ഷംസീറിന്റെ ഔദാര്യം വേണോ എനിക്ക് പോളിറ്റിക്സിൽ കളിക്കാൻ? നിങ്ങൾ കൂടുതൽ മരിക്കും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? കടകൾ കൊള്ളയടിച്ചു, വീടുകൾ കൊള്ളയടിച്ചു, ആളുകളെ കൊന്നു. ഇവർ എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയാ. നിങ്ങൾ തലയിൽ വെച്ച് നടന്നാൽ മതി. വായി തോന്നി വിളിച്ചു പറയുന്ന ഷംസീറിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേറെ ആളെ നോക്കണം. ചായ കുടിച്ചോ? കൺഫ്യൂസ് ആകാതീങ്ക, ടെൻഷൻ ആകാതീങ്ക. ഞാൻ എല്ലാத்தையுமே நான் നേരെ വന്ന് എക്സ്പ്ലെയിൻ பண்ணி. ഇദ്ദേഹം ഇപ്പൊ കുറച്ചു കാലമായി മുഖ്യധാരയിലില്ല കോൺഗ്രസിന്റെ. കഴിഞ്ഞ 20 മാസമാല ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അപ്പൊ ഇദ്ദേഹം ഇപ്പോ പോളിറ്റിക്സിനകത്ത് ഒരു എൻട്രിക്ക് വേണ്ടി പല വെടിപൊട്ടിക്കുകയാണ്. സൂര്യ വേണ്ടടാ, നമ്മുടെ ലൈഫിന്റെ പ്രശ്നമാടാ. നമ്മുടെ അല്ല, എന്റെ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ഉണ്ടയില്ല വെടി മാത്രമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. ഇവിടെ ഓരോ കഥകളും അദ്ദേഹം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ ഏതെങ്കിലും വെടിപൊട്ടിക്കും. കാരണം പൊളിറ്റിക്സിന്റെ അകത്ത് മെയിൻ സ്ട്രീമിലേക്ക് കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നും കേരള പൊളിറ്റിക്സിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു നേതാവിന്റെ ദീനവിലാപമായി മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഈ രാഷ്ട്രീയ കൊലപാതകത്തെ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടോ? നിലവാരമില്ലാത്ത ഒരു ചർച്ചയിൽ ഇരിക്കാനും സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. തുടക്കത്തിലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന തരംതാണ രാഷ്ട്രീയത്തോട് പ്രതികരിക്കാനൊന്നും സമയവും ഒന്നും എനിക്കതിനില്ല. ഞാൻ അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയുന്നില്ല. ഷംസീറിന്റെ രാഷ്ട്രീയ വളർച്ച, രാഷ്ട്രീയ വരവ് ഒക്കെ അതിന്റെയൊക്കെ പിന്നാമ്പുറത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് ഷംസീറിന് നല്ലതായിരിക്കും. പിന്നെ എന്റെ രാഷ്ട്രീയ എൻട്രി അതൊന്നും നിങ്ങളുടെ ആരുടെയും കയ്യിലല്ല, CPM-ന്റെ ഗുണ്ടകളുടെ കയ്യിലല്ല. എന്റെ രാഷ്ട്രീയ ഫെയ്ത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എനിക്ക് എന്റേതായ അണികളുണ്ട് ഈ കണ്ണൂരിൽ. ഈ കോൺഗ്രസിനകത്ത് എനിക്ക് എന്റേതായ സ്ഥാനമുണ്ട്. ആണുങ്ങളെ വില കളയാണ്ടായതാ. നിങ്ങളെയൊന്നും നിങ്ങളുടെ CPM-ന്റെ ഒന്നും ഒരു 5000 എനിക്ക് ആവശ്യമില്ല. ഷംസീറിന്റെ ഔദാര്യം വേണോ എനിക്ക് പോളിറ്റിക്സിൽ കളിക്കാൻ? നാണം കെട്ട ഇതുപോലുള്ള ആർഗ്യുമെന്റ് നടത്തി ഒരു ചാനൽ ചർച്ച വൃത്തികേടാക്കല്ല. വിഷയം പോലും അറിയാതെയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയും വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു ചർച്ചക്ക് ഞാൻ എന്ത് മറുപടി പറയണമെന്ന മിസ്റ്റർ നിഖിലേഷ് നിങ്ങൾ പറയുന്നത്? രാവിലെ നല്ല ഊർജം കിട്ടിയ പോലെ തോന്നുന്നു. ഇവരെ ആളിന്റെ കൊലപാതകത്തിന്റെ എണ്ണവും വണ്ണവും പറയാ. നിങ്ങൾ കൂടുതൽ മരിക്കും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും ആക്രമിക്കുന്നവരാണ്. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിങ്ങൾ RMPക്കാരുടെ വീടുകളും കടകളും അടിച്ചു പൊളിക്കുന്നു. നിങ്ങൾ മുസ്ലിം ലീഗുകാരെ കൊല്ലുന്നു. നിങ്ങൾ BJPക്കാരെ കൊല്ലുന്നു. നിങ്ങൾ കോൺഗ്രസുകാരെ കൊല്ലുന്നു. നിങ്ങൾ എല്ലാ പാർട്ടിയുടെയും ഈ അക്രമത്തിന്റെ എല്ലാം ഒരു ഭാഗത്ത് നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? അഭിമാനമുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ? ജനങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ? കൊല മാത്രമല്ലല്ലോ, കൊള്ളയടിക്കുകയല്ലേ? ഞാൻ ചോദിക്കുന്നത്, നാദാപുരത്തും അതുപോലുള്ള മറ്റ് തുണയിലും ഒക്കെ ഇവർ ചെയ്തതെന്താ? ഇവർ ചെയ്തത് അവിടെ കടകൾ കൊള്ളയടിച്ചു, വീടുകൾ കൊള്ളയടിച്ചു, ആളുകളെ കൊന്നു. ഇവർ എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇത്? ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ ഈ CPM എന്ന് പറയുന്ന ഈ കൊള്ളയടിക്കുന്ന, ഈ കൊലപാതകം നടത്തുന്ന, കള്ളവോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് അധികാരം, എന്ത് അവകാശം? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ജനാധിപത്യത്തെ മലീമസമാക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കണ്ടേ? ജനങ്ങൾ സംഘടിക്കണ്ടേ? ഈ വൃത്തികെട്ട രാഷ്ട്രീയ സമീപനത്തെ എതിർക്കണ്ടേ? എന്റെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നടന്ന അക്രമത്തെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാത്തത് നിഖിലേഷ് ചോദിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ജില്ലയിലല്ലേ കൊലപാതകം നടന്നത്? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ കൊലപാതകം എത്ര നടന്നു? എന്ത് പ്രതികരിച്ചു മുഖ്യമന്ത്രി? ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? എവിടെ മുഖ്യമന്ത്രിയുടെ നാമം ഇവിടെ പോയി? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഹരിയാനയിൽ പോയില്ലേ പ്രതിഷേധിക്കാൻ? ഹരിയാനയിലെ വിഷയത്തിൽ പ്രതിഷേധിച്ചില്ലേ? ഭോപ്പാലിലെ വിഷയത്തിൽ പ്രതികരിച്ചില്ലേ? സ്വന്തം ജില്ലയിലെ ഈ അക്രമത്തിലും കൊലപാതകത്തിലും പ്രതികരിക്കാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയാ. നിങ്ങൾ തലയിൽ വെച്ച് നടന്നാൽ മതി. വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. പണിക്കാരെ നോക്കണം. നിഖിലേഷ് വായി തോന്നി വിളിച്ചു പറയുന്ന ഷംസീറിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേറെ ആളെ നോക്കണം. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്.
എനിക്ക് മറുപടി പറയേണ്ടുന്നത് മാത്രമേ ഞാൻ മറുപടി പറയൂ. ഇവിടെ ചർച്ച എന്താ? ചർച്ചയിൽ ഊന്നി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കും. ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എല്ലാത്തിനും ഉത്തരവുണ്ട്. EP ജയരാജനെ കൊല്ലാൻ അയച്ചു. എന്ത് തെളിവ്? ഏത് തെളിവ്? എന്താ എന്റെ കേസിൽ പ്രതിയാക്കാത്തത്? ഭരിച്ചല്ലോ കേരളം ഇവർ ബലവട്ടം. അയ്യടാ, ഇതെവിടത്തെ ന്യായം? എനിക്കതിൽ റോൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ പ്രതിയാക്കിയില്ല? ഞാൻ ആ കേസിലെ പ്രതിയാണോ? വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ അതിന് മറുപടി പറയാൻ എത്ര കാലം പറയണം മറുപടി? ഊണ് വിളമ്പട്ടെ? ഓ വേണ്ടേ, വയറ് നിറച്ച് കിട്ടി. അതൊന്നും ശംഷീറിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതിനൊന്നും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാനും ബാധ്യസ്ഥനുമല്ല. അങ്ങനെയായിരിക്കും ആണുങ്ങളോട് കളിച്ച. ഇവിടെ ഫസലിനെ ഇവർ കൊന്നിട്ടില്ല, ഇവർ ഷുക്കൂറിനെ കൊന്നിട്ടില്ല, ഇവർ ഇപ്പം ഈ സുഹൈബിനെ കൊന്നിട്ടില്ല, ഇവർ ചന്ദ്രശേഖരനെ കൊന്നിട്ടില്ല, ഇവർ ഈ രാജ്യത്ത് ആരെയും കൊന്നിട്ടില്ല. ഇവരൊക്കെ സ്വയം കത്തിയെടുത്ത് കുത്തി മരിച്ച് വീണ് CPM-കാരുടെ കേസിൽ പ്രതിയാക്കി അങ്ങനെ പോയതാണ്. സന്തോഷായില്ലേ? ഇവർ വളരെ മഹാത്മാഗാന്ധിയെ തോൽപ്പിക്കുന്ന അഹിംസാവാദികളാ CPM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ. എന്തിനാ മനുഷ്യ പറഞ്ഞാ മനസ്സിലാകുന്നവരോട് ഇതൊക്കെ പറഞ്ഞാ കൊള്ളാം. ഞാൻ ഇതിനൊക്കെ എന്റെ ഈ ചർച്ചയും എന്റേതും ഷംസീറിന്റെയും വാക്കുകൾ കേൾക്കുന്ന സമൂഹം വിലയിരുത്തട്ടെ. ഇതിൽ ഏത് ശരി ഏത് തെറ്റ്, ആര് ശരി ആര് തെറ്റ് എന്ന് സമൂഹം വിലയിരുത്തട്ടെ. കവറ് കൊണ്ടുവന്ന് മോശമായാന്തോ നാളെ മുതൽ ചാക്കെടുത്തോണ്ട് വരാം.